ഇന്ത്യ രാജ്യത്തും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഈ പ്രസ്ഥാനത്തോട് കളിച്ചിട്ടുള്ള ക്രിമിനലുകളായ ആളുകളെ അവർ ഇന്ന് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ബിജു കളത്തിലിന്റെ ഭീഷണി പ്രസംഗത്തിന് മറുപടിയായി ലീഗ് തികച്ചും ശാന്തപ്രദേശമായ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യ സൗഹാർദ്ദം നിലനിൽക്കുന്ന തിക്കോടി മൂടാടി പ്രദേശങ്ങളിൽ എന്തിനാണ് കൊലവിളി പ്രസംഗങ്ങൾ കൊണ്ട് അന്തരീക്ഷം മലിനമാക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റഷീദ് വെങ്ങളം. പാർട്ടിയിലേക്ക് ആളെ കൂട്ടേണ്ടത് കൊലവിളി പ്രസംഗങ്ങൾ കൊണ്ടല്ലെന്നും സമൂഹത്തിന് നന്മകൾ ചെയ്ത് രാഷ്ട്രീയം പ്രവർത്തിക്കുവാനും വെങ്ങളം റഷീദ് വെല്ലുവിളിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച തിക്കോടി കുറ്റുവയലിൽ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPM സ്ഥാപിച്ച കൊടി തോരണങ്ങൾ അജ്ഞാതർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടിയിലാണ് ബിജു കളത്തിലിന്റെ വിവാദ പ്രസംഗം നടന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കറിയാം, അരിയിൽ ഷുക്കൂർ അയാൾ ഈ പ്രസ്ഥാനത്തിനോട് കളിച്ചപ്പോൾ അയാൾ ഇന്ന് ഈ ഭൂമുഖത്തില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ നാട്ടിലെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഈ ആൺകുട്ടികളെ കോടതിയിൽ ചെന്നിട്ട് ഞങ്ങളാണ് കൊന്നതെന്ന് ജയരാജനെ പോലുള്ളവൻ തലയുറ്റി വീഴുക, അവൻ ലോകം മുഴുവൻ ഒളിച്ചു നടക്കുക. ഞങ്ങളല്ല കൊന്നതെന്ന് കോടതിയിൽ പോയിട്ട് പറയാ. എന്നിട്ട് അങ്ങാടിയിൽ ആളുകൾക്കൊക്കെ വിളിച്ചു പറയാണ് ഷുക്കൂറിന്റെ അനുഭവം ഉണ്ടാകും. നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? നിങ്ങളപ്പം തുടങ്ങിയതായി പേടിപ്പിക്കല്, ഒരുപാട് കേട്ടവരായി പേടിപ്പിക്കലൊക്കെ. നിങ്ങളെക്കാളൊക്കെ വലിയ തമ്പുരാക്കന്മാര് പേടിപ്പിച്ചിട്ട് ഈ മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികൾ പേടിച്ച് വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ ബിജു, നിന്റെ പ്രസംഗം മുസ്ലിം ലീഗിന് പുല്ലാണ്. ഒരുത്തന്റെയും ദേഹത്ത് തൊടില്ല. അങ്ങനെ തൊടാൻ മാത്രമൊന്നും നിങ്ങൾ ആയിട്ടില്ല. മുസ്ലിം ലീഗ് അതിക്രമം കാണിക്കുന്ന പാർട്ടിയല്ല. മുസ്ലിം ലീഗ് ആരാന്റെ കൊടി പറിക്കുന്ന പാർട്ടിയല്ല. മുസ്ലിം ലീഗ് ആരാന്റെ പാർട്ടി ഓഫീസിന് ബോംബിടുന്ന പാർട്ടിയല്ല. മുസ്ലിം ലീഗ് ആളുകളെ കൊല്ലുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടിയല്ല. മുസ്ലിം ലീഗ് ന്യായത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും ഭാഗമായി നിൽക്കുകയാണ്.